ചിക്കൻ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 നുള്ള് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്, അത് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ചിക്കനിൽ മസാലകളൊക്കെ നന്നായിട്ട് പുരണ്ട് കിട്ടിയിട്ടുണ്ടാവും. സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ അധികം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ സമയമാണ് ഫ്രിഡ്ജിൽ ഇങ്ങനെ അടച്ച് വെക്കുന്നത്. ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും 2 വരെ എടുക്കേണ്ടതായിട്ട് വരും. തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കുക. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ ബട്ടറൊക്കെ മുഴുവനായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കഷ്ണങ്ങൾ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾ പാനിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം ഫ്രൈ ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു വശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വശം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും ഇതേ രീതിയിൽ ഇങ്ങനെ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മുഴുവൻ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് നല്ല സോഫ്റ്റായിട്ട് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം കുറച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഈ സമയത്ത് വഴറ്റിയെടുക്കുക. ആ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം.
ഇപ്പോൾ ഇതാ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടികളെല്ലാം ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത്രയും പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. കറിയിൽ വെള്ളം കുറവായതുകൊണ്ട് 1/2 കപ്പ് വരെ വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഈ കറി ചിക്കനും ഗ്രേവിയൊക്കെ കൂടിയിട്ടൊന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അമൂലിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണോ ഉള്ളത്, മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഫ്രഷ് ക്രീം ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയൊന്നും കയ്യിലില്ലെങ്കിൽ കുറച്ച് പശുവിൻ പാൽ ചേർത്താലും മതിയാവും, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ക്രീമൊക്കെ ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക മസാല ഇവിടെ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്ന മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ചൂടോട് കൂടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പിയെടുക്കാം. ഇത് നമുക്ക് നാൻ, പൊറോട്ട എന്ന് വേണ്ട ഏത് റൊട്ടിയുടെ കൂടെയും നല്ല ഒന്നാന്തരം കോമ്പിനേഷനാണ്. അതുപോലെ റൈസിൻ്റെ കൂടെയും നമുക്ക് ഗീ റൈസ്, പ്ലെയിൻ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇനി ചിക്കൻ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അത്രക്കും സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.